നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുക എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതം തന്നെ ഒരു എഡ്യൂക്കേഷനാണ്. നമ്മളുടെ ഉള്ളിൽ നിന്നുമുള്ള ആ പൂർണ്ണതയെ പ്രകടമാക്കാൻ ഉള്ള അവസരമാണ് ഈ ജീവിതം. അപ്പോൾ ഒരു പൂർണ്ണത ഉണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിനൊരു അർത്ഥമില്ല. എല്ലാവരും ആ പെർഫെക്ഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ശ്രമമാണ്. ശ്രീ എസ് രാധാകൃഷ്ണൻ ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത് പരാമർശിക്കുന്നു. ഒരു പ്രിൻസിപ്പിൾ, ഒരു ഐഡിയൽ പ്രിൻസിപ്പിൾ, അതിലേക്കാണ് എല്ലാവരും നീങ്ങുന്നത്. പല പേരുകളും അതിനെ വിളിക്കുന്നു. സ്വർഗം എന്ന് വിളിക്കാം, യുട്ടോപ്പിയ എന്ന് വിളിക്കാം, എല്ലാം നമുക്ക് പദങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഐഡിയലായിട്ട് എപ്പോഴും എല്ലാവരും ഹാർമണിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അതാണ് ശരിക്കും നമ്മുടെ പെർഫെക്റ്റ് സ്റ്റേറ്റ്. ആ പെർഫെക്റ്റ് സ്റ്റേറ്റ് ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളിലും ഒരു തടസ്സവുമില്ലാതെ ആ എക്സ്പ്രഷൻ അവരുടെ ലെവലിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരിക്കലും അഭിനയിക്കുന്നില്ല. എന്താണോ എൻവയൺമെൻറ്റ് അവർക്ക് നൽകുന്ന അവസരം അത് ഉപയോഗിച്ചിട്ട് അവർക്ക് പരമാവധി അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അവരഭിനയിക്കില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ലൈഫ് എപ്പോഴും ഹാർമണിയിൽ, എൻവയൺമെൻറ്റായിട്ട് ഹാർമണിയിലുള്ള ഒരു ലൈഫ്, ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ സമാധി എന്ന് വിളിക്കുന്നു, ബാലൻസ് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു ലൈഫിൽ ഒരു തുമ്പ ചെടി എടുക്കാമെന്ന് ആലോചിച്ചു. ആ തുമ്പ
അതിന് പറ്റുന്ന എൻവയൺമെൻറ്റിൽ അതിന് പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കും. ഒരിക്കലും ഒരാളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് കൂടുതൽ പൂക്കൾ ഉണ്ടാകില്ല. അത് ഏത് ചെടിയായാലും ഏത് മൃഗമായാലും അങ്ങനെ തന്നെയാണ്. നാച്ചുറൽ എക്സ്പ്രഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ആ സ്റ്റേറ്റിലെ സമാധി എന്ന് നമുക്ക് പറയാം, ബാലൻസ്ഡ് എക്സിസ്റ്റൻസ്. അപ്പോൾ സമാധി തന്നെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നതിലൂടെ മനസ്സിലാവും. സമാധി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റേറ്റ് അല്ല. അപ്പോൾ നമ്മളും നമ്മുടെ ലൈഫിൽ ഈ ഒരു ബാലൻസ്ഡ് എക്സിസ്റ്റൻസ് മാനിഫെസ്റ്റ് ചെയ്യണം. സമാധിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ ഇടയിൽ ഈ എക്സ്പ്രഷൻ, മനുഷ്യൻ്റെ ഈഗോ ആ എക്സ്പ്രഷനെ തടുക്കുന്നു. സ്വാർത്ഥത അവിടെ ഇടപെടുന്നു. കാരണം മനുഷ്യന് മനസ്സ് വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ പവർ ഓഫ് ചോയ്സ് അവിടെ ഉണ്ട്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മൾക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് തിങ്കിങ് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ആ ചോയ്സിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, എന്താ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വന്നത്, എന്തുകൊണ്ട് ഞാനിങ്ങനെ വിഷമം അനുഭവിക്കുന്നു? നമ്മുടെ ചോയ്സ് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത ചോയ്സ്, കൂടുതൽ ശമ്പളം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ജോലി മാറുന്ന ആൾക്കാരുണ്ട്. അവസാനം അവിടെ ശമ്പളം കിട്ടുന്നു, പക്ഷെ അതിനനുസരിച്ച് തന്നെ വളരെയധികം വിഷമിക്കുന്നു. ഫോറിനിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവർ അവിടെ വളരെയധികം ബുദ്ധിമുട്ടി. ഇവിടെ ശരിക്കും രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ഒരാൾ അവിടെ പോയിട്ട് അടിച്ചു വാരാനും തുടയ്ക്കാനും റോട്ടിൽ പണിയെടുക്കേണ്ടൊക്കെ ആവശ്യം വരും. അപ്പോൾ ആരാണ് ആ ചോയ്സ് എടുത്തത്? നമ്മൾ ഓരോരുത്തരും ഓരോരോ ചോയ്സ് എടുക്കും. നമ്മൾ ആ ചോയ്സ് ഓർക്കുന്നില്ല. ഏതോ ഒരു റിമോട്ട് പാസ്റ്റ് നമ്മൾ എടുത്ത ചോയ്സാണ്. സ്കൂളിൽ നമ്മൾ ശരിക്കും പഠിച്ചില്ല. നമ്മൾ കളിക്കാനും ഉഴപ്പി നടക്കാനുമാണ് സമയം കണ്ടത്. അതിൻ്റെ എഫക്റ്റ് പ്രായമാകുമ്പോൾ വരും. നമുക്ക് നല്ല ജോലിയില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഭദ്രതയില്ല, എന്നിട്ട് വേണ്ടാത്ത മാർഗങ്ങളിലേക്ക് പോകുന്നു. അത് നമ്മുടെ ചോയ്സ് ആയിരുന്നു. നമ്മൾ കൂടുതൽ കൂടുതൽ ബാഹ്യമായുള്ള സമ്മർദ്ദങ്ങളിൽ വീണ് പോകുന്നു. നമ്മൾ ശരിക്കുള്ള ആ ചോയ്സ് എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ, റൈറ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്യുവറായിട്ടുള്ള ഫ്ലോയിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുന്ന ചോയ്സ്, അതാണ് നമ്മൾ ഹൃദയം എന്നത്. അപ്പോൾ ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അത് ഹൃദയത്തിൽ ഇൻഡിവിജ്വലായിട്ട് അത് എത്ര കുട്ടികൾ വേണം. ഈ അടുത്ത് ദാജി ഒരു പ്രഭാഷണത്തിൽ ഈ ഒരു കാര്യം പരാമർശിച്ചു. കുട്ടികളെ എത്ര വേണം? 1 വേണം, 2 വേണം, 3 വേണം. അപ്പോൾ ഓരോരോ കമ്മ്യൂണിറ്റി അവരവരുടെ തീരുമാനം എടുത്തിട്ട് അവരുടെ പോപ്പുലേഷൻ കൂട്ടാനായിട്ട് കുട്ടികൾ കൂടുതൽ വേണം എന്ന് പറയുന്നു. ഇപ്പോൾ ഡെമോഗ്രാഫി മാറുന്നു. ഇത് യൂണിവേഴ്സൽ ഹാർമണിക്ക് നല്ലതാണ്. ഇത് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഹൃദയത്തിൽ നോക്കിയിട്ട് ഇത് ചെയ്യണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എൻ്റെ സ്വാർത്ഥ താല്പര്യമാണ്, അതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തീരുമാനവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നിസ്വാർത്ഥമാണോ സ്വാർത്ഥമാണോ, ഇത് മനുഷ്യനാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ റൈറ്റ് ചോയ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ക്രമേണ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൈറ്റ് ചോയ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ആനന്ദത്തിൻ്റെയും ആയിരിക്കും. ലഭിച്ച അവസരത്തിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമ്മളെപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. നമ്മൾ കിട്ടിയ അവസരം എന്തായാലും ചോയ്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേരാം, ഞാനിത് എൻ്റെ പൂർണ്ണമായിട്ട് കഴിവുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ സത്യസന്ധമായിട്ട് ഇവിടെ പ്രവർത്തിക്കും. ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, എൻ്റെ പേരൻസിനോട് ഗ്രേറ്റ്ഫുള്ളാണ്, രാജ്യത്തിനോട് ഗ്രേറ്റ്ഫുള്ളാണ്, പ്രകൃതിയോട് ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് ഈ അവസരം തന്നല്ലോ, ശരീരം തന്നല്ലോ, മനസ്സ് തന്നല്ലോ, ഞാനിത് നല്ല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ അതൊരു എക്സ്പ്രഷൻ ഓഫ് ജോയ് ആയിട്ട് മാറും. നമ്മൾ പക്ഷികളെയോ മൃഗങ്ങളെയോ നോക്കും. ഒരു മയില് നൃത്തം വെക്കുന്നത് അത് സന്തോഷം കൊണ്ട് നൃത്തം വയ്ക്കുക. ആർക്കും ഒരു മയിലിനെ പിടിച്ച് നിർത്തി ഡാൻസ് ചെയ്ത് മയിൽ ഡാൻസ് ചെയ്തു. ഒരു കുയില അത് പാടില്ല. ഒരു സിംഹം നമുക്ക് വേണ്ടി ഗർജിക്കില്ല. ഒരു പൂച്ചെടിയും നമുക്ക് വേണ്ടി പൂക്കുന്നില്ല. അവരുടെ സന്തോഷത്തിന് എക്സ്പ്രസ്, ആ സീസൺ ആകുമ്പോൾ അവരുടെ ആനന്ദം എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ ആനന്ദം എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈഗോ ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് അത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഫ്ലോനെ അലൗ ചെയ്യുന്നു, നമ്മളിലൂടെ ഫ്ലോ ചെയ്യാൻ അലൗ ചെയ്യുന്നു. അതിനാണ് നമ്മൾ കൃപ, ഗ്രേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജോയ് അട്രാക്ട് ഗ്രേസ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് വീണ്ടും 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 പറയുന്നത്. നമ്മൾ ആനന്ദമുള്ള ഒരു ജീവിതം നമ്മൾ നിലനിർത്തണം. അപ്പം അതിലേക്കുള്ള ഒരു യാത്രയാണ് ശരിക്കും ഈ സാധനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇത് വലിയൊരു കഷ്ടമാണ്. നമുക്ക് നാച്ചുറലായിട്ട് സ്റ്റേറ്റ് ആവേണ്ടതായിരുന്നു. നമ്മൾ നമ്മുടെ നിസ്വാർത്ഥത കളഞ്ഞു കുടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സെൽഫിഷ്നെസ്സോട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ തന്നെ ഉള്ളിലുള്ള സംസ്കാരങ്ങളും, നമ്മൾ സെൽഫിഷ്നെസ്സോടെ എടുക്കുന്ന
ജാഗ്രത അവസ്ഥയിലെ തീരുമാനങ്ങൾ, ഇതെല്ലാം നമ്മൾ ക്രമേണ ക്രമേണ എടുത്തു കളയും. ഇതിനാണ് നമ്മൾ ത്യാഗം എന്ന് പറയുന്നത്, സാക്രിഫൈസ്. നമ്മൾ നമ്മുടെ സെൽഫിഷ്നെസ്സിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേശ്ശെ 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 കുറച്ചായിട്ട് എടുത്തു കളയും. ചോയ്സ് എടുക്കുമ്പോൾ ഓൾവേസ് എപ്പോഴും എടുക്കേണ്ടത് യൂണിവേഴ്സൽ ഹാർമണിയുടെ തലത്തിലുള്ള ചോയ്സ്. മഹാത്മാഗാന്ധിജി താലിസ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, താലിസ്മാനിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ദുഃഖിക്കുന്ന ഒരു മുഖം ഓർക്കും. നിങ്ങളുടെ തീരുമാനം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യും, അദ്ദേഹത്തിന് സ്വരാജ്യം നേടിക്കൊടുക്കും. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്പിരിച്വലായിട്ടുള്ള എവല്യൂഷന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ഇല്ലാണ്ടാവും. അപ്പോൾ സ്വരാജ്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡൻസ്, സെൽഫ് എന്ന് പറഞ്ഞാൽ ഇന്നർ സെൽഫ്, ആത്മാവിലെ ഡിപ്പെൻഡൻസ്, സെൽഫ് സഫിഷ്യൻസി, ഇതൊക്കെയാണ് സ്വരാജ്യം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ തീരുമാനം എടുക്കാം. നമ്മളുടെ ഒരു തീരുമാനം, ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഡിസ്ഹാർമണി കൊണ്ടുവരും, അങ്ങനെ ആ വാക്ക് പറയണ്ട, നമ്മൾ കണക്ട് ചെയ്യുക, എപ്പോഴും സ്നേഹിക്കുക. ചാരുജി മഹാരാജ് പറയാറുണ്ട്, ഓൾവേസ് ലവ്, നെവർ ഹേർട്ട്. അഹിംസ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അഹിംസയെ കുറിച്ചിട്ട് പറയും, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അതിൻ്റെ പുറകെ ഇൻറ്റൻഷനിലും കൂടി അഹിംസ വേണം. ഒരിക്കലും നമ്മൾ ഇൻറ്റൻറ്റും കൂടി ചെയ്യരുത് ഒരു ഹിംസ. അപ്പോൾ അതാണ് ജോയിൻ്റെ എക്സ്പ്രഷൻ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബീയിങ്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിട്ട് മാറണം ഈ തരത്തിലുള്ള ഒരു ജോയ്. അപ്പോഴേ നമ്മൾ സമാധി അവസ്ഥ എന്ന് പറയാൻ സാധിക്കും. കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരാൾ സമാധിയിലല്ല. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്ന ആളാണ് സമാധിയിലാണ്. കാട്ടിലിരുന്നാൽ മാത്രമേ സമാധി കിട്ടുമെങ്കിൽ അത് സമാധിയാണ്. അപ്പോൾ സമാധി എന്നുള്ളത് സഹജമായിരിക്കണം എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. സഹജമായിട്ടുള്ള നേച്ചർ, പ്രകൃതിയിൽ അതാണ്, സഹജതയാണ് എല്ലായിടത്തും നടക്കുന്നത്, നാച്ചുറൽനെസ്. ആ നാച്ചുറൽനെസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സഹജമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് മാറുന്നു ജോയ് എന്നുള്ളത്. നമ്മൾ ആ എക്സിസ്റ്റൻസിലുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരാൾക്ക് ഒരിക്കലും ദുഃഖം എന്നുള്ള കാര്യം ഉണ്ടാവുന്നത്. ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അത്ര ദുഃഖം? ഗുരുനാഥൻ പറഞ്ഞു, ഒരു മുത്തശ്ശിയുണ്ട്, ഒരു സ്ലം ഏരിയയിൽ താമസിക്കുന്നുണ്ട്, അവരൊന്ന് കണ്ടിട്ട് വരും, അവരോട് ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ഈ ശിഷ്യൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് അവിടെ ചെല്ലണം. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു വീട്ടിൽ ചോരുന്ന റൂഫാണ്, അതിൽ ഈ മുത്തശ്ശി ഇരിക്കുകയാണ്. മുത്തശ്ശിയോട് ഈ ശിഷ്യൻ ചോദിക്കുകയാണ്, മുത്തശ്ശിയെ, ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര ദുഃഖം? ഇത് അങ്ങയോട് ചോദിക്കാൻ, അമ്മയോട് ചോദിക്കാൻ എൻ്റെ ഗുരു പറഞ്ഞു. അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് എന്നോടത് ചോദിക്കാൻ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ദുഃഖം അനുഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പം അതാണ് സ്റ്റേറ്റ് ഓഫ് ജോയ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളിലൂടെ ഒഴുകുന്നതാണ് ആ ദിവ്യമായിട്ടുള്ള ആ ഫ്ലോ, ഗ്രേസ്. അത് നമ്മൾ അനുഭവിക്കുകയല്ല ചെയ്യുക, നമ്മളിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മളും അതിലിങ്ങനെ ഫ്ലോയിലിങ്ങനെ നിൽക്കുന്നു. അപ്പം അതിന് അനുഭവം എന്ന് പറയാൻ സാധിക്കും. അതാണ് സഹജ സമാധി, അതാണ് തുര്യാതീത് എന്നൊക്കെ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.